പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഞാൻ ഇത്തരമൊരു വീഡിയോവുമായിട്ട് ഇന്ന് വരാൻ കാരണം പ്രവാസ ലോകത്ത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നൊരു വാർത്തയുണ്ട്. പ്രവാസികൾക്ക് 5000 രൂപ പെൻഷൻ ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ട് വാട്സപ്പിലും അതുപോലെ തന്നെ ഓൺലൈനിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഒരുപാട് പ്രവാസികൾ ഈ വാർത്ത കേട്ട് പലപ്പോഴായി വിളിക്കാറുണ്ട്. ക്ഷേമനിധി ആഫീസിലേക്ക് വിളിക്കുന്നു. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്തൊരു വാർത്തയാണ് ഈ വാർത്ത. യഥാർത്ഥത്തിൽ ഈ വാർത്ത പുറത്തു വരാനുണ്ടായ കാരണം പ്രവാസി നിയമസഭാ ക്ഷേമ സമിതി അതിൻ്റെ മീറ്റിംഗ് പ്രിയപ്പെട്ട പ്രവാസി സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ MLA ചെയർമാനായിട്ടുള്ള പ്രവാസി നിയമസഭാ ക്ഷേമ സമിതിയുടെ ഒരു മീറ്റിംഗ് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് പ്രവാസികൾക്ക് 5000 രൂപ പെൻഷൻ കൊടുക്കണമെന്ന ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരുന്നു. ആ നിർദ്ദേശം സമർപ്പിച്ച ദിവസം ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളൊരു MLA ദുബായിലേക്ക് യാത്ര പുറപ്പെട്ടു. ദുബായിലെത്തിയപ്പോൾ പ്രവാസികളെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്ന നിലയിൽ ഏതോ ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന നിയമസഭാ ക്ഷേമ സമിതി 5000 രൂപ ഗവൺമെൻറ്റിനോട് പ്രവാസികൾക്ക് പെൻഷൻ നൽകണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം ഓൺലൈനിൽ വാർത്ത കൊടുത്തത്. പക്ഷേ വാർത്ത കിട്ടിയ ഓൺലൈൻ ആ നിയമസഭാ ക്ഷേമ സമിതി എന്നത് കട്ട് ചെയ്തുകൊണ്ട് ആ വാർത്ത പ്രചരിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ആ വാർത്ത വരുന്നത് പ്രവാസികൾക്ക് 5000 രൂപ പെൻഷൻ എന്ന രീതിയിലാണ്. ഇത് ആ ഓൺലൈൻ മീഡിയയിൽ നിന്ന് ഒപ്പിയെടുത്തുകൊണ്ട് ആരൊക്കെയോ വാട്സപ്പിലും പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ആയിരക്കണക്കിന് ഫോണിലേക്ക് ഇത് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഈ വാർത്ത അടിസ്ഥാനരഹിതവും മാത്രവുമല്ല, കേരളത്തിലെ ഗവൺമെൻറ് 500 രൂപയുണ്ടായിരുന്ന പെൻഷന് ഒറ്റയടിക്ക് 2000 രൂപയായി വർദ്ധിപ്പിച്ച തീരുമാനത്തെ അല്ലെങ്കിൽ ആ വർദ്ധിപ്പിച്ച നിലപാടിനെയും കുറച്ച് കാണാൻ വേണ്ടിയിട്ടും ബോധപൂർവം ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഇതൊന്നും നോക്കാതെയാണ് അന്നം തേടിപ്പോയിട്ടുള്ള പ്രവാസി സമൂഹത്തിന് 2000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രഖ്യാപന സമയത്ത് തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, 5000 രൂപ പെൻഷൻ കൊടുത്താലും ഈ സമൂഹത്തോടുള്ള ബാധ്യത തീരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 2000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചത്. നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് മാറ്റങ്ങൾ വരും, 5000 രൂപയിലേക്കുമൊക്കെ അതിൽ കൂടുതൽ തുകയിലേക്ക് പ്രവാസി പെൻഷൻ മാറുമെന്ന് നമ്മളൊക്കെ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ നിലവിലുള്ള ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഗവൺമെൻറ് ഈ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തെ വ്യാപകമായി പ്രവാസി സമൂഹം സ്വാഗതം ചെയ്യുന്ന സമയത്താണ് ഇത്തരം തെറ്റിദ്ധാരണപരമായിട്ടുള്ള വാർത്തകളും പ്രചരിപ്പിച്ചു പോകുന്നത്. ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റ് വലിയ സ്വാഗതാർഹമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുക. പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രളയം കഴിഞ്ഞ് അതിൻ്റെ ദുരിതത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ലക്ഷക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ ഹസ്തങ്ങൾ നീളുന്ന ഈ സമയത്ത് പോലും അന്നം തേടിപ്പോയ മനുഷ്യരെക്കുറിച്ച് ഓർക്കുവാനും ആ മനുഷ്യന് വേണ്ടിയിട്ട് ചിലതെല്ലാം ചെയ്യുവാനും പ്രഖ്യാപിക്കുവാനും ഈ ബഡ്ജറ്റിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ അഭിനന്ദനാർഹമാണ്. പ്രത്യേകിച്ച് മരണപ്പെടുന്ന പ്രവാസികൾ വ്യാപകമായിട്ട് ഒരു പ്രചാരണം നടക്കുകയാണ്. ഇപ്പോൾ പ്രവാസികളുടെ ഡെഡ് ബോഡിയെക്കുറിച്ചാണ് ചർച്ച എന്ന. പക്ഷേ ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതല്ല. നമ്മൾ എന്തുകൊണ്ടാണിത് ചർച്ച ചെയ്യപ്പെടുന്നത്? ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എത്രയോ കാലമായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ദുബായിലെ സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ മാസത്തിൽ 50ഓളം ഡെഡ് ബോഡികളടക്കം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് അവരൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ വലിയ പ്രയാസം അവർ നേരിൽ കാണാറുണ്ട്. കാരണം
നാട്ടിലെത്തിക്കുവാൻ, ഈ ബോഡി നാട്ടിലെത്തിക്കുവാനും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുവാനും ബന്ധപ്പെട്ടവരുടെ സഹായം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഒട്ടേറെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിരവധിയായി ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ല, ഇത് രാജ്യത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരം ഒരു നിയമം കൊണ്ടുവരേണ്ടിയിരുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് പിന്നോക്കം പോകുന്ന സമയത്ത് കേരളത്തിലെ ഗവൺമെൻറ് ഈ ബഡ്ജറ്റോടുകൂടി പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതിനു വേണ്ട മുഴുവൻ ചെലവും കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന്, നോർക്ക വഹിക്കുമെന്ന് പറയുന്നത് വലിയ ആശ്വാസമായിട്ടാണ് പ്രവാസ ലോകം അത് ഏറ്റെടുക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നാട്ടിൽ തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ ചിലപ്പം അറിയാതെ മരണം നമ്മളെ മാടി വിളിക്കുമ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ പ്രയാസപ്പെടുന്നവരുടെ പല അനുഭവങ്ങളും നേരിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞവർ എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വലിയ രീതിയിൽ പ്രവാസി സമൂഹത്തിന് അനുഗ്രഹമാണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള പ്രവാസി സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് പറയാനുള്ളത്. ഒപ്പം ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ ഒരു നിർദ്ദേശമുണ്ട്, ഡിവിഡൻഡ് പെൻഷൻ പദ്ധതി. കേരളത്തിലെ ഗവൺമെൻറ് പ്രവാസികളുടെ ക്ഷേമത്തെ ആസ്പദമാക്കിക്കൊണ്ട്, അവരുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പുതിയ പദ്ധതി കൂടി കൊണ്ടുവരികയാണ്. പ്രവാസി ക്ഷേമ ബോർഡ് അതിൻ്റെ ചെയർമാൻ ഒക്കെ നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നമുക്കറിയാം, നിരവധി പ്രവാസികൾ പല സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടുണ്ട്. പല കമ്പനികളും പല രാഷ്ട്രീയ നേതാക്കന്മാരും പല സ്ഥാപനങ്ങളുടെ പേരിലൊക്കെ ഗൾഫ് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ സ്ഥാപനങ്ങളുടെ ഷെയർ ഹോൾഡർമാരായിക്കൊണ്ട് നമ്മളെയൊക്കെ ക്ഷണിക്കുമ്പോൾ ലക്ഷങ്ങൾ ആ ഷെയർ ഹോൾഡർമാരാകാൻ വേണ്ടി ചെലവഴിക്കുന്നവരാ പ്രവാസി. പലരും ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് പലരും 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാസത്തിൽ പോയിട്ട് ഒരു കൊല്ലത്തിൽ 1000 രൂപ പോലും ലഭിക്കാത്ത നിരവധിയായ സംരംഭങ്ങളിൽ മുതൽ മുടക്കിയവരാണ് പ്രവാസികൾ. അത്തരം പ്രവാസികളുടെ ഡെപ്പോസിറ്റുകൾക്ക്, അത്തരം പ്രവാസികളുടെ നിക്ഷേപങ്ങൾക്ക് യാതൊരുവിധ സുരക്ഷിതത്വവുമില്ല. പലപ്പോഴായി പ്രവാസ ലോകത്തു നിന്ന് ഉയരുന്ന ഒരു ശബ്ദമാണ് പ്രവാസികളുടെ കരുതലിന്, പ്രവാസികൾ കരുതി വെക്കുന്നതിന് ഒരു സുരക്ഷിതത്വം കൊടുക്കാനെങ്കിലും കേരളത്തിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണമെന്നുള്ള ആവശ്യം നിരന്തരമായി ഉയരുന്നതാണ്. ആവശ്യത്തിൻ്റെ മേലെയാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിലൂടെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പണം നിക്ഷേപിക്കുവാൻ കേരളത്തിലെ ഗവൺമെൻറ്റിൽ കിഫ്ബിയിൽ ഈ പണം നിക്ഷേപിക്കുക. 5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ മുതൽ 51 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിക്ഷേപം നടത്താം. വളരെ ആകർഷണീയമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഈ സ്കീം നടപ്പിലാകാൻ പോകുന്നത്. 3 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് 3 വർഷക്കാലത്തേക്ക്, ബഡ്ജറ്റിൽ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എവിടെ വന്നു എന്ന് സംശയിക്കുന്നു, അതിനെ ആധികാരിക പറയാൻ ഞാൻ ആളല്ല. പക്ഷേ 5 വർഷം അല്ല 3 വർഷമാണ് എന്നാണ് മനസ്സിലാക്കുക. 3 വർഷത്തിനുള്ളിൽ ഈ പണം ത്തിന് 10%, അതാണ് അതിൻ്റെ ഡിവിഡൻഡ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ആലോചനയിലാണ്. ഞാൻ അതിൻ്റെ ഔദ്യോഗികമായിട്ടല്ല ഞാൻ പറയുന്നത്, ബഡ്ജറ്റിൽ വന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. 3 വർഷം കഴിഞ്ഞാൽ ഈ പണം നിങ്ങൾക്ക് 10% ഡിവിഡൻഡ് ഏതാണ്ട് ഒരു 1000 രൂപ വെച്ച് 3000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക്, അതായത് 5 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ആൾക്ക് മാസത്തിൽ 5000 രൂപ ലഭിക്കത്തക്ക വിധത്തിലേക്ക് ഈ പണത്തെ കിഫ്ബി പോലെയുള്ള സംരംഭ ഇതിൽ ഡെപ്പോസിറ്റായി അവർ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽ മുടക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം ആണ് നിങ്ങൾക്ക് ഡിവിഡൻ്റായിട്ട് സർക്കാർ തരുന്നത്. ഏതാണ്ട് 5 ലക്ഷം രൂപയ്ക്ക് 5000 രൂപ എന്ന രീതിയിലുള്ള പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഈ ഡിവിഡൻഡ് പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. വളരെ ആകർഷണീയമാണ്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇത് നിങ്ങൾക്ക് മാസം മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ ഡിവിഡൻഡ് വന്നു ചേരുന്നു. നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഈ ഡിവിഡൻഡ് കൃത്യമായിട്ട് വന്നു ചേരുന്നു. നിങ്ങളുടെ കാലശേഷവും നിങ്ങളുടെ ഭാര്യയുടെ കാലശേഷവും ആരെയാണോ നിങ്ങൾ നോമിനിയായി നിശ്ചയിച്ചിട്ടുള്ളത് അവർക്ക് ഈ പണം നേരത്തെ ഉണ്ടായിരുന്ന 3 വർഷത്തെ ഡിവിഡൻഡ് അടക്കം കൂട്ടി ഈ പണം
മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന ആൾക്ക് തിരിച്ചു നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ഡിവിഡൻഡ് പെൻഷൻ പദ്ധതി. ഇതിൽ ഒരു സാമൂഹികമായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൂടി ഗവൺമെൻറ് നിർവഹിക്കപ്പെടുകയാണ്. 60 വയസ്സ് കഴിഞ്ഞാലും 65 വയസ്സ് കഴിഞ്ഞാലും നമുക്കറിയാം നാം സമ്പാദിച്ചു കൂട്ടിയ സമ്പത്തിൻ്റെ നിയന്ത്രണം പോലും പലപ്പോഴും നമ്മളിൽ നിന്ന് കൈമോശം വരുന്ന ഒരു കാലഘട്ടമാണ് 60-70 കാലഘട്ടം. ഈ 60 വയസ്സ് 70 വയസ്സ് എന്ന് പറയുന്നത് മക്കളിലേക്കോ ഭാര്യയിലേക്കോ ഒക്കെ അത് കൈമോശം വരും. ആ സമയത്ത് തൻ്റേതായതെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ വീതിക്കപ്പെടുമ്പോൾ തൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ സുരക്ഷിതത്വത്തെ വൃദ്ധസദനവും മറ്റുമൊക്കെ നമ്മുടെ നാട്ടിൽ പെരുകുവാനുള്ള ഒരു കാരണം തന്നെ അതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ ഡെപ്പോസിറ്റിന് തനിക്ക് ഈ രീതിയിലുള്ള ഒരു മാസവരുമാനം ഉണ്ടാകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. തൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും കിട്ടുന്ന, തൻ്റെ മക്കളിൽ നിന്ന് പോലും കിട്ടുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ആ സുരക്ഷിതത്വത്തെ ആണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത്തരത്തിലൊരു നിക്ഷേപമുള്ള പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും അവന് സുരക്ഷിതത്വം ഉണ്ടാകുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ധാരാളം ആളുകൾ ഈ പദ്ധതി പ്രഖ്യാപനം വന്നതിന് ശേഷം ധാരാളം മേഖലക്കകത്ത് നിന്ന് ഗവൺമെൻറ്റിലേക്ക് എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസി ക്ഷേമ ബോർഡിന്. അപ്പോൾ തീർത്തും ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ആരും ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്താത്തത് കൊണ്ട് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയല്ലേ എന്നൊക്കെയുള്ള ദുരാരോപണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ സാധ്യതയുള്ള ഒരു ഇതാണ്. ലക്ഷക്കണക്കിന് രൂപ കിഫ്ബിയിലേക്ക് വരാനും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പ്രവാസികൾക്ക് പങ്കുവഹിക്കാനുമൊക്കെയുള്ള അവസരമാണ് ഇതുമൂലം തുറക്കപ്പെടുന്നത്. പലിശ ആഗ്രഹിക്കാത്ത എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. പലിശ ഇഷ്ടപ്പെടാത്തവരും പലിശ വാങ്ങാത്തയും ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്. അവരൊക്കെ ബാങ്കിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് ആ പണത്തിൻ്റെ പലിശ മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നവരായിട്ടുള്ള എത്രയെത്ര ആളുകളെ നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ പങ്കാളിയാകുവാനും ഈ പണത്തെ മുതൽ മുടക്കിക്കൊണ്ട് സംരംഭങ്ങളിൽ മുതൽ മുടക്കി അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അത്തരം ആളുകൾക്ക് പോലും സഹായകരമാകുന്ന രീതിയിലേക്കാണ് ഈ ഡിവിഡൻഡ് പെൻഷൻ പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് കേരളത്തിലെ പ്രവാസി സമൂഹം ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നതുള്ളൂ. ഏതായാലും ബഡ്ജറ്റ് വളരെയധികം സ്വാഗതാർഹമാണ്. ഈ പ്രവാസികളുടെ ഒരുപാട് വിഷയം നമുക്ക് വളരെ എടുത്തെടുത്ത് പറയാൻ കഴിയും. ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാലത്തുമില്ലാത്ത വിധത്തിലാണ് പ്രവാസികളോട് അദ്ദേഹത്തിൻ്റെതായ ഈ വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത അദ്ദേഹം ഓരോ ഘട്ടത്തിലും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇത്തരത്തിൽ പ്രവാസികളുടെ ക്ഷേമവുമായി മുമ്പോട്ട് വന്നിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഇത് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഈ അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാസ ലോകത്ത് എത്രയോ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാവരും ഒന്നിച്ച് പറയുന്ന വാക്കാണത്. അഭിനന്ദിക്കുന്നു. പിണറായി വിജയൻ പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ, പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ ഏറ്റവും ഒരു കാലത്തുമില്ലാത്ത അനുകമ്പ പ്രവാസികളോട് കാണിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്ന് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും പ്രഖ്യാപിക്കുന്ന ഒരു നാളുകളാണ് ഈ കാലയളവ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.